നമസ്തേ. നിങ്ങളെ തകർക്കാൻ വന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയം കാണാനായിട്ട് ആഗ്രഹിച്ചതായിട്ടുള്ള വ്യക്തികൾ അവനവൻ കുഴിക്കുന്ന കുഴികളിൽ അവനവൻ തന്നെ വീഴും. നമ്മൾ പണ്ടൊരു സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഒപ്പിടാനായിട്ട് പോകുന്ന സമയത്ത് മത്തായി ചേട്ടനും ടീമും ഒരു പാട്ട് കേട്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. മന്നാർ മത്തായി സ്പീക്കിംഗ്, ആ ഒരു ഫിലിമിന്റെ സീരീസിൽ. അപ്പം എന്തു തന്നെയാണെങ്കിലും എങ്ങനെയാണ് നമുക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് വരുന്ന ആളുകൾ അവര് സ്വയം എങ്ങനെയാണ് കുടുങ്ങുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരികയില്ല. പ്രപഞ്ചം തന്നെ വേറൊരുത്തൻ്റെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പ്രപഞ്ചം തന്നെ ആ നാശം കൊടുക്കുമെന്നുള്ളതാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചതായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ അയാളെ ശപിക്കുന്നതിന് പകരം ഞാൻ അയാളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. അയാൾക്ക് നാശം വരും, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെയാകും ഇങ്ങനെയാകും, ഞാൻ അനുഭവിച്ച വേദനയുടെ 10 ഇരട്ടി അവന് കിട്ടും അല്ലെങ്കിൽ അവൾക്ക് കിട്ടും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വളരെ പ്ലസന്റും ശാന്തവുമായിട്ട് നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ഒരിക്കലും ശപിക്കരുത്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്നത്, പല സമയത്തും നമ്മൾ വേറൊള്ള ആളെക്കുറിച്ച് ചിന്തിക്കുന്നതും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള പെയിനും മാനസിക പെയിന്, അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നതും യാഥാർത്ഥ്യവും, പല സമയങ്ങളിലും നമ്മുടെ ബ്രെയിനിന് ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല, യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുകയാണ്. സോ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ മാറ്ററിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മളുടെ ഈ മാറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ഒരു ചിന്താമണ്ഡലം അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥ, അതിനപ്പുറത്തേക്കുള്ള സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോകുന്ന അവസ്ഥ, അതിനപ്പുറത്തേക്കുള്ള ആത്മാവിൻ്റെ അവസ്ഥ, ഈ സബ് കോൺഷ്യസ് ലെവലിലൂടെ ആത്മാവിലൂടെയാണ് നമ്മൾ പ്രപഞ്ചവുമായിട്ട് കണക്ട് ആകുന്നത്. ഇപ്പൊ ഒരു വ്യക്തി വെറും ബോധമണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുകയാണെങ്കിൽ അവന് സബ് കോൺഷ്യസ് ബേസിലേക്ക് ആക്സസ് കുറവായിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ചക്ര സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, മൂലാധാര ചക്രത്തിൽ എനർജി ഉണ്ടായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടെ മാത്രമേ അയാളുടെ എനർജി എത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, അവിടെ അയാളുടെ കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അയാളുടെ എപ്പോഴും ഉള്ള ചിന്ത എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് സ്ലീപ്പ് ആയിരിക്കും. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. ഭക്ഷണം കഴിക്കുന്നത് സർവൈവലിന്റെ ഭാഗമാണ്. ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു നിസ്സംഗമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ പറയുന്നത് സാധാരണ രീതിയിലുള്ള ഉറക്കമല്ല. ഈ ആളുകൾക്ക് ഭയങ്കര മടിയായിരിക്കും, ഇവര് അധ്വാനിക്കില്ല, ഇവര് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദേ ആർ തിങ്കിങ് ഓൺലി ഫോർ എക്സിസ്റ്റിംഗ് ഹിയർ ഇൻ ദിസ് ഫിസിക്കൽ വേൾഡ് എന്നുള്ളതാണ്. കാരണം അവര് ഭൗതിക ലോകത്തിനെ മാത്രമേ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. അവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അവര് ഒട്ടും എമ്പതറ്റിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ഭാരമാവുകയും ബന്ധങ്ങളെ തകർക്കാനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. ഇനി അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് എനർജി ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾ, എന്തിനേറെ പറയുന്നു, നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ഏത് ചക്രത്തിൽ നമ്മുടെ കുണ്ടലിനി ശക്തി എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഐ എൻജോയ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്, ഐ ഫീൽ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്. ആദ്യം ഐ എക്സിസ്റ്റ്, ദെൻ ഐ ഫീൽ. എനിക്ക് പലതും ഫീൽ ചെയ്യാൻ പറ്റുന്നു. നേരത്തെ ഫുഡ് ആൻഡ് സ്ലീപ്പ് മാത്രമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ എൻജോയ്മെന്റ്, എങ്ങനെയാണ് ആസ്വദിച്ച് യാത്ര ചെയ്യുക, ഈ ഒരു ലെവലിലേക്ക് എനർജി എത്തിയിട്ടുള്ള ആളുകളും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് മറ്റുള്ളവരെ തകർക്കാനായിട്ട് ചിന്തിക്കുന്ന ലോവർ വൈബ്രേഷനുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രപഞ്ചത്തിലേക്ക് എന്താണോ കൊടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്രെയിനിന്റെ ഒരു അവസ്ഥയും കൂടെയുണ്ട്. ഈ ശരീരം അതിന്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ മാറ്റർ ആയിക്കോട്ടെ, നമ്മുടെ സോൾ ലെവലിലായിക്കോട്ടെ, പ്രപഞ്ചത്തിന്റെ എനർജറ്റിക് ലെവലിലായിക്കോട്ടെ, എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറുള്ള ആൾക്കാരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. സോ അത് നമുക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത്. എത്ര വേദന, നമ്മളോട് എത്ര അനീതി പ്രവർത്തിച്ച വ്യക്തികളാണെങ്കിലും നമ്മൾ ഒരിക്കലും അവരെ ശപിക്കരുത്, നമ്മൾ ഒരിക്കലും അവർക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യരുത്. അതിനപ്പുറത്തേക്ക് അവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കൂ എന്നുള്ളതാണ്. ബാക്കി പ്രപഞ്ചം നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ഈ ക്രിയേറ്റർ, അല്ലെങ്കിൽ ഈ എനർജി സിസ്റ്റം, ഈ കർമ്മ സിസ്റ്റം, അത് കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും കാണാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സിനുള്ളിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. സോ ഞാൻ ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് മണിപ്പൂരിക ചക്രം, ആ ഒരു ചക്രത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യത്തേത് ചുവന്ന നിറമായിരുന്നു മൂലാധാരം. പിന്നീട് നെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത് ഓറഞ്ച് നിറത്തിലേക്ക് വരുന്നു. ദെൻ ഈ വയറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേനും അത് യെല്ലോ നിറത്തിൽ, അതായത് വിബ്ജിയോർ എന്നുള്ള ആ പാറ്റേൺ തന്നെയാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ
ഈ വയറിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കർമ്മമാണ് പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം പല മേഖലകളിൽ കർമ്മം ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, ഈവൻ ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രൈവറുണ്ട്. അയാളുടെ ജോലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുഴുവൻ അതിലായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ സാറ്റിസ്ഫൈഡ് ആണ്, അതിൽ കുടുങ്ങിക്കിടക്കുകയല്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കർമ്മയോഗയുടെ ആ ഒരു ഈ പറയുന്ന ഈ മണിപ്പൂരിക ചക്രത്തിലേക്ക് അവരുടെ എനർജി പതിയെ ആക്റ്റീവായി തുടങ്ങി എന്നുള്ളതാണ്. ദെൻ അവിടുന്ന് വീണ്ടും റൈസ് ചെയ്തിട്ട് നമ്മൾ അനാഹത ചക്രത്തിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹാർട്ട് ചക്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഗ്രീൻ എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ, എല്ലാം വസുദൈവ കുടുംബകം, ഞാൻ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു എന്നുള്ള, പ്രപഞ്ചത്തിനെയും പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നുള്ളതാണ്. സോ നമ്മുടെ എനർജി റൈസ് ചെയ്ത് വരുന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സോ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കേവലം മാറ്റർ മാത്രമല്ല, ദർ ഈസ് എനർജി ഓൾസോ. മാറ്ററിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് കാലത്ത് ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമില്ല. അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. പക്ഷെ പിന്നീട് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് ഡെവലപ്പായ സമയത്ത് മനുഷ്യന്മാർ അത് മനസ്സിലാക്കാനും വിശ്വസിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ദെൻ ദിസ് എനർജി ഈ ഒരു ഹാർട്ട് ചക്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഐ ലവ് എന്നുള്ളതാണ്. സോ ഐ എക്സിസ്റ്റ് അല്ലെങ്കിൽ ഐ ആം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഐ ഫീൽ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു, ഐ ഡു എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു മണിപ്പൂരിയ ചക്രത്തിലേക്ക് വന്നപ്പം. ദെൻ ഹാർട്ട് ചക്രത്തിലേക്ക് വന്നപ്പം ഐ ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ആൻഡ് ദെൻ ദ എനർജി റൈസിങ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത്, ത്രോട്ട് ചക്രയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ചക്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഐ ടീച്ച് എന്നുള്ളതാണ്. സോ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്തു, എനിക്ക് ചില കാര്യങ്ങൾ ഫീൽ ചെയ്തു, ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു, ഡൂവർ എന്നുള്ളൊരവസ്ഥയാണ് ഈ പറയുന്ന മണിപ്പൂരിക ചക്രത്തിലേക്ക് വരുന്ന സമയത്ത്. ദെൻ ഹാർട്ട് ചക്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ, ഈ ഫീലിങ്സ്, ഈ എക്സിസ്റ്റൻസ്, ഇതിൽ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങൾ ഐ ടീച്ച്, ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ആ പറഞ്ഞു കൊടുക്കലുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആളുകളുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, മനസ്സിലാവും. അതിനുശേഷം നമുക്ക് എല്ലാം മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക്, തേർഡ് ഐ ചക്രത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയാണ്. ആളുകളുടെ ഡീപ്പറായിട്ടുള്ള ലെവൽ നമുക്ക് മനസ്സിലാകുകയാണ്, പ്രപഞ്ചത്തിൻ്റെ ഡീപ്പറായിട്ടുള്ള ലെവൽ നമുക്ക് മനസ്സിലാകുകയാണ്, എനർജി ബീയിങ്സിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ആളുകളുടെ എനർജി, ആ എനർജിയോടൊപ്പമുള്ള എനർജികൾ, ഓറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നോളജിന് അപ്പുറത്തേക്ക് നമുക്കിതിനെയൊക്കെ ഒരു ആത്മീയ തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സോ ഈ ഒരു തേർഡ് ഐ ചക്രത്തിലേക്ക് എനർജി എത്തുന്ന സമയത്ത് നമ്മളെല്ലാം കാണുകയാണ്, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുകയാണ്. ദെൻ അതിനപ്പുറത്തേക്ക് ഐ അണ്ടർസ്റ്റാൻഡ് വെൻ ദ എനർജി റീച്ച് അറ്റ് ക്രൗൺ ചക്ര എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെല്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മൾ കണക്റ്റഡ് ആയിട്ട് പ്രപഞ്ചവുമായിട്ട്, ദൈവവുമായിട്ട് ഫുള്ളി എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. സോ ഈ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ എനർജി വളരെ താഴെയുള്ള സമയത്താണ് നമുക്കിങ്ങനെ മറ്റുള്ള ആളുകളെ ശപിക്കാനായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുന്തോറും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആത്മീയ യാത്ര ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് പ്രാപിച്ചൊരു കാര്യമല്ല. എനിക്ക് ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു, കുറച്ച് ഹിൻസാണ് എനിക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടിയത്. അതിനപ്പുറത്തേക്ക് എൻ്റെ സ്വന്തം അന്വേഷണങ്ങളും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത കുറേ കാര്യങ്ങളും കൂടി ഞാൻ ഈ പ്രാചീന ഏൻഷ്യൻ്റ് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ നോളജിൻ്റെ കൂടെ, വിസ്റ്റത്തിൻ്റെ കൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ അനുഭവ പാഠങ്ങൾ എനിക്ക് മാത്രമല്ല മറ്റൊരുപാട് പേർക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതും. സോ മറ്റുള്ളവരെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ സ്വയം ഈ എനർജി ബ്ലോക്കേജിൽ കുടുങ്ങിപ്പോകുമെന്നുള്ളതാണ്. അവരായിരിക്കുന്ന തലത്തിൽ നിന്ന് അവർക്ക് ഉയരാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ മൂലാധാര ചക്രത്തിൽ എനർജി കുടുങ്ങിക്കിടക്കുന്ന വ്യക്തി എന്തുകൊണ്ട് എന്നേക്കുമായിട്ട് അയാൾ കുടുങ്ങിയ അവസ്ഥയിലേക്ക് പോകുന്നു? അത് ഉയരാനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട്, അത് ഉയർത്തി കൊണ്ടുവരാനുള്ള കോള് നമുക്കുണ്ട്. പക്ഷേ വൈ ദിസ് ബ്ലോക്കേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ ഫുൾ എനർജി, ഫുൾ ടൈം, ഫുൾ തോട്ട് എങ്ങനെ അപരനെ തകർക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപരനെ തകർക്കുന്നത് എങ്ങനെ എന്ന് സ്വന്തം ബ്രെയിനിനോട് ചോദിക്കുമ്പോൾ ഈ ബ്രെയിൻ പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള ഈ തോട്ട്സ്, അല്ലെങ്കിൽ ഈ ബ്രെയിനിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗ് ആണ് തോട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈബ്രേഷൻ ആണ്. എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ, ഈ മൂന്ന് കാര്യത്തിലാണ് എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും കിടക്കുന്നത് എന്നുള്ളതാണ്. നിക്കോളാസ് ടെസ്ലയെ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ പോലും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണത്. സോ ദിസ് വൈബ്രേഷൻ അത് നമ്മളെ മാറ്ററിലും നടക്കുന്നു ആൻഡ് ഇൻ ദ യൂണിവേഴ്സിലും നടക്കുന്നു. മാറ്ററിൽ വേറൊരുത്തനോടുള്ള ശത്രുത, അവനെ തകർക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഹോർമോണൽ പ്രോബ്ലംസ്, ഇപ്പം പലപ്പോഴും നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് ഇതിൻ്റെയൊക്കെ റിലീസ് ബോഡിയിലുണ്ടായി നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള
സൈഡ് എഫക്ട്സ് നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കോപത്തോടു കൂടി 1 വർഷം 2 വർഷം മാക്സിമം 3 വർഷമൊക്കെ കോപത്തോടു കൂടി പകയോടുകൂടി അഗ്രഷനോട് കൂടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ കോപം വെക്കുകയാണെങ്കിൽ ദയർ എനർജി ഈസ് ബ്ലോക്ക്ഡ്. ആ താഴത്തെ ചക്രങ്ങളിൽ എവിടെയെങ്കിലും ആ എനർജി ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്. സോ ഞാൻ പറയുകയാണ്, ഈ എനർജി എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്, അവൻ നശിക്കണമെന്ന് പറയുകയാണെങ്കിൽ അവനും നീ ഒന്നാണ് എന്നുള്ളതാണ്. ഞാനും നീയും അവനും ഒക്കെ ഒന്നാണ് എന്നുള്ളതാണ്. സോ നമ്മൾ സ്വന്തം കുഴി തോണ്ടുകയാണ്, ഞാൻ നശിക്കുകയാണ്. അപ്പോൾ വേറൊരുത്തനെ ശപിക്കുമ്പോൾ ആ ശാപം അതുപോലെ കിട്ടും. വേറൊരുത്തനെ ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് ചില എഫക്ട്സ് ഒക്കെ ചിലപ്പോൾ കാണും. ബട്ട് ഇത് അതേപോലെ തന്നെ റീബൗണ്ട് ചെയ്ത് വരും എന്നുള്ളതാണ്. ഇതാണ് കർമ്മത്തിന്റെ സിസ്റ്റം, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ മറ്റുള്ളവർക്കായിട്ട് കുഴി തോണ്ടുന്ന ആൾക്കാർ സ്വന്തം ജീവിതവും സമയവും ഊർജവും ഒക്കെ ഈ കുഴി തോണ്ടുന്നതിലേക്ക് കൊടുക്കുന്നു. പക്ഷെ അവൻ അറിയുന്നില്ല അവൻ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കുഴിയാണ് എന്നുള്ളത്. വേറൊരുത്തിനെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വന്തം ലക്ഷ്യങ്ങൾ മറന്നു പോകുക എന്നുള്ളതാണ്. ബിക്കോസ് വിത്ത് ദ ഫിസിക്കൽ ഐ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? വി ആർ ലുക്കിംഗ് ഔട്ട്വാർഡ്. നമ്മൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ലുക്കിംഗ് അതർ പീപ്പിൾ എന്നുള്ളതാണ്. മറ്റു വ്യക്തികളെ നമ്മൾ നോക്കുകയാണ്. അവരുടെ നേട്ടങ്ങൾ, അവരുടെ കോട്ടങ്ങൾ, അവരുടെ തകർച്ച, അവനല്ലെങ്കിൽ അവൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അവനിട്ടല്ലെങ്കിൽ അവക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണം, ഈ പക ഇങ്ങനെ ജീവിതത്തിൽ മുഴുവൻ കാലവും കിടക്കുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്യങ്ങൾ മറന്നു പോവാണ്. വേറൊരുത്തനെ ടാപ്പ് വെക്കാനായിട്ട് പോകുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത് എന്നുള്ളതാണ്. സ്വന്തം ജീവിതം ബിൽഡ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് മറന്നു പോവുകയാണ്. സ്വന്തം ജീവിതം എന്ന് പറയുന്നത് തന്നെ പിന്നെ അപരനെ ടാപ്പ് വെക്കുക എന്നുള്ളതായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. വല്ലാത്തൊരു കുടുക്ക് തന്നെയാണിത്. കുഴിയിലേക്കാണ്, അല്ലെങ്കിൽ കുരുക്കിലേക്കാണ്. കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക്, അവനവൻ കുരുക്കുന്ന കുരുക്കിൽ കുടുങ്ങുന്നു, കുഴിയിൽ വീഴുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെ. ഇങ്ങനെയുള്ളവർ സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ലാരിറ്റിയോടുകൂടി ഇവരുടെ കർമ്മപാതയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നില്ല. ഇവരുടെ ആത്മാവ് എന്തോ ഒരു ഹയർ പർപ്പസിന് വേണ്ടി ഒരു കോൾ ഉണ്ടായിരുന്നു, അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കും? അവൻ്റെ കർമ്മത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവളുടെ കർമ്മത്തിനനുസരിച്ചിട്ട് നായായും നരിയായും നരനായും ഒക്കെ പിന്നെയും ജനിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ഈ എനർജി എന്ന് പറയുന്നത് നശിക്കുന്നില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ നമ്മുടെ ആ ആത്മാവിന്, ആ ഊർജത്തിൻ്റെ കേന്ദ്രത്തിന് ഒരു സാക്ഷാത്കാരം ലഭിക്കുന്നത്, അതുവരെ അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വിഷമമാകുന്നത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടുള്ള ശത്രുവിൻ്റെ വളർച്ചയാണ്. അവൻ ജീവിതത്തിൽ ഓരോ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തൊക്കെ പ്രവർത്തികൾ നടത്തിയിട്ടും, അവനെ എന്തൊക്കെ രീതിയിൽ ക്രൂശിച്ചിട്ടും, എന്തൊക്കെ രീതിയിൽ തടവറയിലിടാൻ നോക്കിയിട്ടും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരികയാണല്ലോ എന്നുണ്ടാകുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഹൃദയത്തിനെ തന്നെ തകർക്കുമെന്നുള്ളതാണ്. സോ അസൂയയിൽ ജീവിക്കുന്നതുകൊണ്ട് സ്വന്തം വഴി മറന്നു പോകുന്നത് പോലെ തന്നെ ഈ മറ്റുള്ളവനെ നോക്കി ഈ വിഷമവും കൂടി, ഈ കയ്പ് നീരും കൂടി ഇവന് കുടിക്കേണ്ടി വരികയാണ്. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇവനെന്ത് ചെയ്യണം? ഇവൻ്റെതായിട്ടുള്ള കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ പകുതി അവിടെ തീർന്നു എന്നുള്ളതാണ്. അവൻ്റെ ജീവിതവും മെച്ചപ്പെടും, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ ജീവിതവും മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും ഇവരുടെ ശത്രുക്കളായിട്ട് കാണുന്ന വ്യക്തികളെക്കുറിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. സമൂഹത്തിൽ ഇതൊക്കെ പറഞ്ഞ് പരത്തുന്ന സമയത്ത് പിന്നീട് ഇവർക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് വരുമെന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ കഥകൾ മെനയുന്ന ആളുകൾ എപ്പോഴും സത്യത്തിനെ മറയ്ക്കാനായിട്ടുള്ള വഴികൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സോ എഗെയിൻ അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ എനർജി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ താഴെ ഇറക്കാൻ നോക്കുന്ന ആളുകൾ ഇവരുടെ തറവേലകൾ പതിയെ മറ്റുള്ള സമൂഹത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുമെന്നുള്ളതാണ്. പതിയെ പതിയെ തിരിച്ചടികൾ കിട്ടുമെന്നുള്ളതാണ്. കാരണം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, അമൂല്യമായിട്ടുള്ള ഊർജത്തിനെയാണ് ഇവർ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടാവ് ഇവരിലേക്ക് നിക്ഷേപിച്ചതായിട്ടുള്ള ഊർജം അതെന്തിനു വേണ്ടിയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്? എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എത്ര വിലപ്പെട്ടതാണ്, എൻ്റെ സമയമെന്ന് പറയുന്നത് എത്ര വിലപ്പെട്ടതാണ്. ഇങ്ങനെ ജീവൻ്റെയും സമയത്തിൻ്റെയും ആത്മാവിൻ്റെയും രഹസ്യങ്ങളെ മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ലാതെ ഇവർ ഒരു നോളജ് ലെവലിൽ മാത്രം ജീവിച്ചിട്ട് അവർ അവസാനിക്കുമ്പോൾ അവരുടെ ഊർജം അടുത്ത ഒരു ശരീരം തേടുമെന്നുള്ളതാണ്. അങ്ങനെ ഒടുവിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ സ്വന്തമായിട്ടുള്ള നിയന്ത്രണം വിട്ട ഒരു ജീവിതത്തിലേക്ക് പോകുമെന്നുള്ളതാണ്.
ജീവിതം സ്റ്റാഗ്നേഷൻ സംഭവിക്കുന്നു, സമയം പോകുന്നു, പണം പോകുന്നു, എഫേർട്ട് പോകുന്നു, എനർജി പോകുന്നു. അങ്ങനെ തളയ്ക്കപ്പെട്ടതായിട്ടുള്ള ഒരവസ്ഥ. ആത്മീയ വളർച്ചയില്ല, മാനസിക വളർച്ചയില്ല, ബ്രെയിൻ ഫറ്റീഗ് ആകുന്നു. ഒരു സെർട്ടൻ ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് താഴേക്ക് പോകുന്നു. അതുകൊണ്ട് നല്ല പ്രായത്തിൽ മറ്റുള്ളവരോടുള്ള പക മനസ്സിൽ വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർദ്ധക്യം എന്നത് ദുസ്സഹമായിരിക്കും എന്നുള്ളതാണ്. അവർ മരിക്കുന്ന സമയത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയായിരിക്കും മരിക്കുക എന്നുള്ളതാണ്. ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്ക ആത്മാവിൻ്റെ രോദനമാണ്. ആൻഡ് ദാറ്റ് സോൾ വിൽ കം ബാക്ക് അഗെയിൻ എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പിന്നീട് അവരെ നിയന്ത്രണത്തിൽ കിട്ടാതെ വരുന്ന സമയത്ത് ആത്മനിയന്ത്രണം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഊർജം, എൻ്റെ സമയം, എൻ്റെ പണം, എൻ്റെ വളർച്ച, എൻ്റെ കരിയർ ഇതൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി വേറെന്തൊക്കെയോ നോക്കിക്കൊണ്ട് എന്ന് ഇവർ ചിന്തിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ വീഴ്ച കാത്തിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ വീഴ്ചയിലേക്ക് അതുണ്ടാകുന്നത് നിങ്ങളിലേക്ക് തന്നെ നോക്കി നോക്കി സ്വന്തം ജീവിതത്തിനെ നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. അങ്ങനെ കാത്തിരിപ്പിൽ തന്നെ ഇവർ കുടുങ്ങിപ്പോവുകയാണ്. ഇങ്ങനെയാണ് വേറൊരുത്തൻ്റെ ദോഷം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കുടുങ്ങുന്നത്. സോ സയൻസിന് ചിലപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല, സൈക്കോളജിക്ക് ചിലപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഏൻഷ്യൻ്റ് സ്പിരിച്വൽ വിസ്ഡം എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢ ജ്ഞാനത്തിന് ഇതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. പല മതഗ്രന്ഥങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗൂഢവിദ്യകളിലേക്കും ഗുപ്തജ്ഞാനങ്ങളിലേക്കും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല അധികം എന്നുള്ളത്. ഞാൻ പറയുകയാണ്, അത് മനുഷ്യനാൽ എഴുതപ്പെട്ടതായിട്ടുള്ളൊരു അടച്ചുവെക്കലാണ്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം നിഗൂഢതയിലേക്ക്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക്, ആത്മാക്കളെക്കുറിച്ച്, ഓറയെക്കുറിച്ച്, ഊർജത്തിനെക്കുറിച്ച്, അഗാധമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലൂടെ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഈ വിശാലതയിലൂടെ നമ്മുടെ ആത്മാവിനെ പറക്കാനായിട്ട് അനുവദിക്കുന്ന സമയത്താണ് നമുക്ക് പ്രപഞ്ചത്തിൻ്റെയും ആത്മാവിൻ്റെയും രഹസ്യങ്ങൾ വെളിവായി കിട്ടുന്നത് എന്നുള്ളതാണ്. അത് പതിയെ നമ്മുടെ തലച്ചോറിലേക്ക് വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ തലച്ചോറിൽ ഫോട്ടോൺസ് അല്ലെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ വിസ്മയം അല്ലെങ്കിൽ അതിൻ്റെ പീക്കിലെത്തുന്ന സമയത്ത് എൻലൈറ്റൻമെൻ്റ് ഉണ്ടാകുന്നത്. സോ നിങ്ങളെ തകർക്കാനായിട്ടും തടയാനായിട്ടും ശ്രമിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരതിനായിട്ട് ചെലവഴിക്കുന്നതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിനെ തകർക്കാനായിട്ടും തളച്ചിടാനായിട്ടും കുരുങ്ങിക്കിടക്കാനായിട്ടും ഉപയോഗിക്കുന്ന തിരിച്ചു കൊത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. സോ ഈ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ലോയ്ക്ക് അപ്പുറത്തേക്ക്, കോസ്മിക് ലോയ്ക്ക് അപ്പുറത്തേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള തിരിച്ചടികളും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടില്ല, വേറെ ആരെയും ശപിച്ചിട്ടില്ല, പക്ഷേ വേറൊരുത്തൻ്റെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ടേ ജീവിക്കുന്ന സമയത്ത് പതിയെ ആ തകർച്ചയെ നമ്മൾ തന്നെ അട്രാക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, തകർച്ച എന്ന് മാത്രമേ ഈ ബ്രെയിനിനും ശരീരത്തിനും ഈ ആത്മാവിനും അല്ലെങ്കിൽ ഒക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളിൽ നിന്ന് പോകുന്ന സിഗ്നലിലും ഒക്കെ തകർച്ച അത് മാത്രമാണ് കാണുന്നത്. ദെൻ ആ തകർച്ച നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. സോ തകരണോ അതോ ഉയരണോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, കേവല ജ്ഞാനം കൊണ്ട്, ഭൗതിക ജ്ഞാനം കൊണ്ട് ഇത് സ്വായത്തമാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇത് വിഷമമുള്ളതായിട്ടുള്ള ജ്ഞാനമല്ല, ഇത് കുടിക്കാൻ എളുപ്പമുള്ള പാല് പോലെ തന്നെയാണ്. ഇത് വഹിക്കാൻ എളുപ്പമുള്ള നുകവുമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇറ്റ് ഈസ് ലൈറ്റ്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അത് വളരെ പ്ലസൻ്റ് ആയിട്ട് നമുക്ക് അതിലൂടെ പോകാനായിട്ടും ഉയരാനായിട്ടും സാധിക്കും. ഈ കലിയുഗത്തിൽ നിങ്ങളെ ആർക്കും തടയാനായിട്ട് സാധിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.